സ്വവർഗ വിവാഹം സംബന്ധിച്ച വിഷയത്തിൽ സീറോ മലബാർ സഭയുടെ പ്രതികരണം ഔദ്യോഗികമായി രാഷ്ട്രപതിയെ അറിയിച്ചു. സ്വവർഗ വിവാഹം നിയമവിധേയമാക്കണം എന്ന ഹർജിയിൽ സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അറിയിക്കാൻ ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ പൊതുസമൂഹത്തിന്റെ പ്രതികരണങ്ങൾ ആരാഞ്ഞിട്ടുണ്ട്. ഇതുപ്രകാരം സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ സഭയുടെ പ്രതികരണം രാഷ്ട്രപതിയെ ഔദ്യോഗികമായി അറിയിച്ചു. ഭാരതീയ സംസ്കാരത്തിൽ വിവാഹം എതിർലിംഗത്തിലുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധമാണെന്നും കുടുംബമെന്നത് ജൈവശാസ്ത്രപരമായ ഒരു പുരുഷനും ജൈവശാസ്ത്രപരമായ ഒരു സ്ത്രീയും അവർക്ക് ജനിക്കുന്ന കുട്ടികളും ഉൾക്കൊള്ളുന്നതാണെന്നുമുള്ള എതിർ സത്യവാങ്മൂലം സുപ്രീംകോടതിയിൽ നൽകിയ കേന്ദ്ര സർക്കാർ നിലപാടിനെ സഭ അഭിനന്ദിച്ചു. തിരുവചനത്തെയും പാരമ്പര്യത്തെയും സഭാ പ്രബോധനങ്ങളെയും മുറുകെ പിടിക്കുന്ന സഭ ഇതേ ധാർമ്മിക കാഴ്ചപ്പാട് തന്നെ പുലർത്തുകയും സ്വവർഗ വിവാഹത്തിന് നിയമപരിരക്ഷ നൽകാനുള്ള ഉദ്യമങ്ങളെ എതിർക്കുകയും ചെയ്യുന്നതായും ആ നിലപാട് രാഷ്ട്രപതിയെ അറിയിച്ചതായും സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ പ്രസ്താവനയിലൂടെ അറിയിച്ചു. കാരണം സ്വവർഗ വിവാഹങ്ങൾ കുട്ടികൾക്ക് ദാമ്പത്യബന്ധത്തിന് ഉള്ളിൽ ജനിക്കാനും വളരാനുമുള്ള അവകാശത്തിന്റെ ലംഘനമാണെന്നും സ്ത്രീയും പുരുഷനുമായി രൂപീകരിക്കപ്പെട്ട മനുഷ്യപ്രകൃതിയോടുള്ള നിഷേധമാണെന്നും കുടുംബ സംവിധാനത്തോടും സമൂഹത്തോടും ചെയ്യുന്ന അനീതിയാണെന്നും സീറോ മലബാർ സഭ ചൂണ്ടിക്കാട്ടി. സ്വവർഗ വിവാഹം നിയമവിധേയമാക്കുന്നത് കുട്ടികളോടുള്ള ആകർഷണം, മൃഗങ്ങളോടുള്ള ആകർഷണം, രക്തബന്ധുക്കൾ തമ്മിലുള്ള ആകർഷണം എന്നിങ്ങനെയുള്ള ലൈംഗിക അപഭ്രംശങ്ങൾ നിയമവിധേയമാക്കാനുള്ള മുറവിളികൾ ഉയരുന്നതിന് കാരണമാകാമെന്നും സഭ മുന്നറിയിപ്പ് നൽകി. അതിനാൽ അത് അനുവദിക്കപ്പെടാൻ പാടില്ലെന്ന് സഭ വ്യക്തമാക്കി. എന്നാൽ ലൈംഗികതയുടെ തലത്തിൽ മാനസികവും ശാരീരികവുമായ വ്യതിയാനങ്ങളുള്ളവരെ സഭ കരുണയോടെ കാണുന്നുവെന്നും അവർക്കെതിരായ വിവേചനങ്ങളെ എതിർക്കുകയും ചെയ്യുന്നതായി സഭ വ്യക്തമാക്കി. അതേസമയം വിവാഹം ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധമാണ് എന്ന നിലപാട് സഭ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു എന്ന് സീറോ മലബാർ സഭ പ്രതികരണത്തിൽ അറിയിച്ചതായും പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ വ്യക്തമാക്കി.